ഹലോ ഗൈസ്, സോ ദിസ് ഇസ് എ റിയാക്ഷൻ വീഡിയോ. എന്തിനാന്ന് വെച്ചാൽ എൻ്റെയും ഷിബിലിയുടെയും പ്രശ്നം വന്നപ്പോഴത്തേക്കും ഐ സോ എ ലോട്ട് ഓഫ് കമൻസ്, റിയാക്ഷൻ വീഡിയോസ്, മീം, ട്രോൾ വീഡിയോസ്, കണ്ടൻറ് റിയാക്ഷൻ, അങ്ങനെ കുറേ സംഭവങ്ങൾ ഞാൻ കണ്ടു. ആൻഡ് ഇൻസ്റ്റയിൽ കൂടുതലും വന്നത് കമൻസിൻ്റെ ആയിരുന്നു. ഇത് റിയാക്ഷൻസ് അങ്ങനത്തെ പൊതുവെ കുറവായിരുന്നു. ബട്ട് യൂട്യൂബ് നിറച്ചും ഒരു ലോഡ് മീമും ഒരു ലോഡ് കണ്ടൻറ് വീഡിയോസും ഇഷ്ടംപോലെ റിയാക്ഷനും അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ കണ്ടു. ഇൻസ്റ്റയിൽ അത്ര ഇല്ല. സോ ഇത് എൻ്റെ പെർസ്പെക്റ്റീവ് മാത്രമാണ് ഈ വീഡിയോ. അതായത് എനിക്ക് എന്നെപ്പറ്റി പറഞ്ഞ അല്ലെങ്കിൽ എനിക്ക് ചിലരുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടില്ല. അതെന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് മൈ പെർസ്പെക്റ്റീവ്. സോ ഈ വീഡിയോ കാണുന്നവർക്ക് ചിലപ്പോൾ വേറെ അഭിപ്രായം ഉണ്ടാവും ഒബ്വിയസ്ലി, ഫോർ ഷുവർ. അപ്പം ഞാൻ എന്നെപ്പറ്റി പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ റിയാക്ട് ചെയ്യുന്നു എന്ന് മാത്രം. ആൻഡ് ദെൻ ദർ ആർ കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ലൈക്ക് സായി, ശിവ എന്ന് വെച്ചാൽ സാത്താൻ, പിന്നെ ധന്യ, ഹെൽൻ ഓഫ് സ്പാട്ട, അനന്തു, ലൈഫ് ഓഫ് അനന്തു, പിന്നെ ഖൈസ്. അപ്പം ഇവരിലോട്ടൊക്കെ നമുക്ക് പിന്നെ വരാം. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട 2 മീംസ് ഉണ്ടായിരുന്നു. അതായത് ഇൻസ്റ്റയിൽ ഞാൻ കണ്ട 2 മീംസിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു. അത് ഞാൻ ആദ്യം നമുക്ക് നല്ല കാര്യങ്ങൾ പ്ലേ ചെയ്തിട്ട് നമുക്ക് ചില വീഡിയോസിലോട്ട് പോവാം. സോ ഫസ്റ്റത്തെ മീം ഇതാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ മീം ഉണ്ടാക്കിയ പേജ് ഇറ്റ്സ് വെരി ഗുഡ്. ഞാനിത് കണ്ടപ്പോൾ ശരിക്കും ആസ് എ തേർഡ് പേഴ്സൺ പുറത്തുനിന്നുള്ള ഒരാളെ പോലെ ഞാൻ ആലോചിച്ചപ്പോൾ ഇറ്റ്സ് ശരിക്കും പറഞ്ഞാൽ സത്യത്തിൽ ഭയങ്കര സ്കെയറിയാണ് ഇവനെ പോലത്തെ ഒരുത്തനെ കല്യാണം കഴിക്കുന്നത്. കല്യാണമേ വേണ്ടാന്ന് നമുക്ക് തോന്നിപ്പോവും. സോ കല്യാണം കഴിക്കുന്ന ആൾക്കാരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരാളെപ്പറ്റി ശരിക്ക് അന്വേഷിച്ച് ആലോചിച്ച് കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ ഇതേപോലെ ഇങ്ങനെ ഇരിക്കേണ്ടി വരും. ബട്ട് ഐ ഡോണ്ട് റിഗ്രറ്റ്. ഓക്കെ, റിഗ്രറ്റ് ഇല്ല. ഇത് കേട്ടിട്ട് ആരും വിചാരിക്കരുത് എനിക്ക് റിഗ്രറ്റ് ഉണ്ടെന്ന്. നോ റിഗ്രറ്റ്സ്. ബട്ട് ഞാൻ പറയുകയാണ്, തിങ്ക് ബിഫോർ യു മാരി സംവൺ. സോ ഇറ്റ് വാസ് മൈ മിസ്റ്റേക്ക്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ആൻഡ് ഈ മീം അടിപൊളിയായിട്ടുണ്ട്. ആൻഡ് ഇതിലൊരു ലോഡ് കമൻസ് ഉണ്ടായിരുന്നു. ഐ സോ ലോട്ട് ഓഫ് ഗേൾസ് കമൻറ്റിങ്, ലോട്ട് ഓഫ് ലവ്. അവരോടൊക്കെ എനിക്ക് ഒരുപാട് താങ്ക് യു സോ മച്ച്. സോ ഇതിലെനിക്ക് മെയിനായിട്ട് ഇഷ്ടപ്പെട്ട 2 കമൻസ് ആണ്. ഒന്ന് ഈ കമൻറ്റ്, ഐ ടേൺ ഔട്ട് ടു ബി റിയൽ ഗ്രീഷ്മ ഓർ ജോളി. എനിക്ക് ആ കമൻറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ രണ്ടാമത്തെ ഒരു കമൻറ്റ്, നരകിപ്പിക്കുക, ആൾക്ക് തോന്നണം ഇതിൽ നല്ലത് ചാകുന്നതാണെന്ന്, മെൻ്റലി ടോർച്ചർ ചെയ്യുക, അത്ര തന്നെ. ബെല്ല മെൻ്റലി ടോർച്ചർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഐ ലൈക്ക് യുവർ കമൻറ്റ് ബെല്ല. സോ ഐ ബിലീവ് ഗ്രീഷ്മ ജോളി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മളൊരാളെ പെട്ടെന്ന് ഇങ്ങനെ ഇട്ട് കൊല്ലുന്ന ഒരു പരിപാടിയാണ്. അങ്ങനെ നമ്മളോട് തെറ്റ് ചെയ്തവരെ കൊല്ലുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഐ ബിലീവ് സത്യം പുറത്ത് വന്നിട്ട് അവരെ എക്സ്പോസ് ചെയ്ത് അവർക്ക് തോന്നണം, ഞാൻ ഈ ചെയ്ത തെണ്ടിത്തരം മൊത്തം പുറത്ത് വന്നല്ലോ, ഞാൻ ഇനി എന്ത് ചെയ്യും. അതായത് അതാണ് നമുക്കൊരാൾക്ക് കൊടുക്കാൻ പറ്റിയ പണിഷ്മെൻ്റ് എന്നല്ല, അതാണ് നമ്മുടെ ആൻസർ. ദാറ്റ് ഈസ് അവർ ആൻസർ. ദാറ്റ് ഈസ് മൈ ആൻസർ. എന്നോട് ഇനി ആര് തെറ്റ് ചെയ്താലും ഞാൻ മിണ്ടാണ്ടിരിക്കുന്ന പരിപാടി ഞാൻ നിർത്തിവെച്ചിരിക്കുകയാണ്. നിർത്തിവെച്ചെന്നല്ല, ആ പരിപാടി ഇല്ല, ഖത്തം, ക്ലോസ്. ഇനി എന്തുണ്ടെങ്കിലും സ്ട്രെയിറ്റ് ടു സ്ട്രെയിറ്റ് നമ്മളിങ്ങനെ വന്നിരുന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ ആ ആളോട് പറയും. ഇനി ദർ ഇസ് നോ സൈലൻസ്. സോ ആ മീം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ രണ്ടാമത്തെ മീം ഇതാണ്. ടേപ്പ് കിട്ടിയ എല്ലാവരോടും ബി ലൈക്ക് ഫസ്മിന സക്കീർ. കിട്ടിയതിൻ്റെ പണി 8ആയിട്ട് തിരിച്ചു കൊടുക്കണം. 8ആയിട്ടല്ല ഞാൻ പറയുന്നത്, 10ആയിട്ട് തിരിച്ചു കൊടുക്കണം. പണിയെന്നല്ല ഞാൻ പറയാം. ആൻഡ് അതിനെ ഞാൻ പണിയെന്ന് വിളിക്കില്ല. നമ്മളോട് ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ എക്സ്പോസ് ചെയ്യുക. എക്സ്പോസ് ഇൻ ദ വേ വന്നിരുന്ന എല്ലാം വിളിച്ച് കൂടെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ അത് ബാക്കിയുള്ളവർക്ക് അല്ലെങ്കിൽ അത് സമൂഹത്തിന്, സൊസൈറ്റിക്ക് ഒരു പ്രശ്നം വരും എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ അത് നിങ്ങൾ ഉറപ്പായിട്ടും എക്സ്പോസ് ചെയ്യണം. അല്ലാത്ത പക്ഷം നിങ്ങൾ നിയമപരമായിട്ട് നിങ്ങൾക്ക് പോവാം ഒബ്വിയസ്ലി. അല്ലാത്ത വേറെ കായികപരമായിട്ടുള്ള പരിപാടികൾ ഞാൻ എൻ്റർടൈൻ ചെയ്യുന്നില്ല. തല്ല്, ഇടി, അടി, കുത്ത് ആ പരിപാടിക്ക് ഞാൻ നിൽക്കത്തില്ല. സോ സത്യങ്ങൾ വിളിച്ചു പറയുക. അത് മേ ബി ഓപ്പോസിറ്റുള്ള ആൾക്ക് 8ൻ്റെ പണി അല്ലെങ്കിൽ 10ൻ്റെ പണിയൊക്കെ ആയിട്ട് തോന്നും. സോ അത്രേ ഉള്ളൂ. ഇനി നമുക്ക് നേരെ നായകനിലോട്ട് പോകാം. നായകൻ എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും മ്ലേച്ഛമായിട്ട് തോന്നിയ ഒരു വീഡിയോ ആണ്. ഈ വീഡിയോയുടെ പല ഭാഗങ്ങളായിട്ടാണ് ഞാൻ സംസാരിക്കാൻ വന്നത്. കാരണം ഈ വീഡിയോയിൽ മൊത്തം മ്ലേച്ഛത്തരം പറയുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. സോ എന്താണ് ഇവൻ്റെ പേര്? ഐ ഹാവ് ഹിസ് ഇൻസ്റ്റഗ്രാം. ഓക്കെ, ഇൻസ്റ്റയിലാണ് ഞാൻ ഈ വീഡിയോ കണ്ടത്. ഗൈസ്, എനിക്കൊന്ന് എന്റെ ഒരു ഫോളോവർ ഒരു വീഡിയോ അയച്ചു തന്നിട്ട് പറഞ്ഞേ, അൻസേ ഇവളെ രണ്ടാമത്തെ ചെക്കനും ഇവള് തേച്ച് എന്തപ്പ ചെയ്യാന്ന്. അപ്പം പറയാണ്, രണ്ടാമത്തെ ചെക്കനും തേച്ച് എന്താ ചെയ്യാന്ന്. അതായത് ഇവൻ എൻ്റെ കുടുംബക്കാരനാണോ, എൻ്റെ വാപ്പായാണോ, അതോ എൻ്റെ ചിലവ് നോക്കുന്ന ആളാണോ എന്ന് എനിക്കറിയത്തില്ല.
ഇവൻ എന്താ ചെയ്യുക, എൻ്റെ രണ്ടാമത്തെ ചെക്കന് വിട്ടേച്ച് പോയി എന്താ ചെയ്യാന്നാണോ ചോദിക്കുന്നത്. ഒന്നും ചെയ്യാനില്ല മകനെ, പ്രത്യേകിച്ച് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ദുവ ചെയ്യാം. നീ എന്താ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല, നിനക്ക് എന്നെ ആയിട്ടുള്ളൊരു ആ ഒരു ബന്ധം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. സോ അതുകൊണ്ട് ഞാൻ ചോദിച്ചേട്ടോ. അപ്പൊ നമുക്ക് ഇത് മനസ്സിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് വീഡിയോ ഒന്ന് കണ്ടോക്കാം, എന്താ സംഭവം ഒന്ന് കണ്ടോക്കാം. ഈ പെണ്ണിന്റെ മെയിൻ പ്രത്യേകത എന്താ വെച്ചാൽ ഇവള് 24/7 കരഞ്ഞു. അപ്പോൾ ഇവൻ വീഡിയോയിൽ പറയുന്ന തന്നെ ഒരാൾ തേച്ചു എന്ന് പറയുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഇവൻ എൻ്റെ ഒരു വീഡിയോ ഇവിടെ കാണിച്ചിട്ട് അത് ആ തേപ്പുമായിട്ട് റിലേറ്റ് ചെയ്യുന്നുണ്ട്. പുറത്ത് നല്ല മഴ, ഹൈ. സോ റിലേറ്റ് ചെയ്യുന്നുണ്ട്. അതെന്തിനാന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഈ വീഡിയോ ചെയ്തതും ആ ആൾ പോയതും തമ്മിൽ ദർ ഇസ് സീറോ കോയിൻസിഡൻസ്. അതായത് ഞാൻ ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് ആ ആൾ എൻ്റെ ലൈഫിൽ നിന്ന് പോയിട്ടില്ല. പിന്നെ ഇവൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്തും ആൾ എൻ്റെ ലൈഫിൽ നിന്ന് പോയിട്ടില്ല. അപ്പോൾ എന്തിനാ അത് ചെയ്തതെന്നും എനിക്കറിയത്തില്ല. ബട്ട് ടു ബി ഓണസ്റ്റ്, ഞാൻ ചെയ്യുന്ന വീഡിയോ, അതായത് ഇവൻ പറയുന്നത് ഞാൻ ഏത് നേരവും കരച്ചില്ലാന്ന്. ഓക്കെ, ഐ യൂസ് ടു ക്രൈ, കരയുന്ന വീഡിയോ ഇടുമായിരുന്നു. പക്ഷേ ഇവൻ ഈ കാണിച്ചേക്കുന്ന പ്രത്യേക വീഡിയോയിൽ ഞാൻ കരയുന്നതല്ല, ഇറ്റ്സ് എ കണ്ടന്റ്. അത് ഞാൻ ഇപ്പോഴും കണ്ടന്റ് ആണെന്ന് സമ്മതിക്കാത്ത ആൾക്കാരുണ്ടാവും. ഇവള് വെറുതെ വന്നിരുന്ന് കരയുക എന്ന് പറയുന്ന ആൾക്കാരുണ്ടായിരിക്കും. പക്ഷേ ഈ വീഡിയോ, ഞാൻ ഇപ്പം ചെയ്തേക്കുന്ന ആ വീഡിയോയിൽ ഇറ്റ്സ് പ്യുവർലി കണ്ടന്റ്. അതായത് റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന ആൾക്കാർ ആദ്യം ഭയങ്കര സ്നേഹമായിരിക്കും. തേനെ, പൊന്നെ, മാനെ, ചക്കരെ, മാടെ, കോടെ, കുറേ കാര്യങ്ങളുണ്ടാവും. അത് ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്കും ആ തേനെ മാറി വേറെ പലതും അവരുടെ വായിൽ നിന്ന് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് എ കണ്ടന്റ് വിച്ച് ഇസ് റിലേറ്റബിൾ ടു എ ലോട്ട് ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ്. അതായത് ആദ്യം കുറേ ഫോൺ വിളിച്ച് സംസാരിക്കും, പിന്നെ സംസാരിക്കത്തില്ല, അങ്ങനെ കുറേ സിറ്റുവേഷൻസ് മാച്ച് ചെയ്ത് ഞാൻ ഇട്ടൊരു വീഡിയോ ആണ്. അപ്പോൾ ഇങ്ങേര് വന്ന് പറയുന്നത് ചെക്കൻ തേച്ചിട്ട് പോയിട്ട് ഞാൻ കരഞ്ഞതാണ്. എന്താ കുട്ടാ പറയുമ്പോൾ ഒരു വ്യക്തത വേണ്ടേ? കാരണം എന്താ ഈ കർമ്മ എന്ന് പറഞ്ഞ സാധനം ശരിക്കുള്ള നിങ്ങൾക്ക് ഇവളെ ലൈഫ് കണ്ടതിന് ശേഷം മനസ്സിലായി. ഇവൻ എൻ്റെ ലൈഫ് കണ്ടിട്ട് മനസ്സിലായി എനിക്ക് കർമ്മ കിട്ടിയതാണ്. എന്നെ ചെക്കൻ തേച്ചിട്ട് പോയത് കർമ്മ കിട്ടിയതാണ്. നീ അത് പറഞ്ഞല്ലോ കുട്ടാ. സാധാരണ ഞാൻ കമൻസിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. നീ അത് വാ കൊണ്ട് പറഞ്ഞല്ലോ. നീ അതിൻ്റെ ഇടയിൽ പടച്ചോനുമായി നിനക്ക് മറ്റേ വഹി ഇറങ്ങി നീ വന്ന് പറയുകയാണ് എൻ്റെ ലൈഫിൽ നിന്ന് ആൾക്കാർ പോകുന്നത് എനിക്ക് കർമ്മ കിട്ടിയോണ്ടാണെന്ന്. അത് ഐ തിങ്ക് ദാറ്റ്സ് എ വേഴ്സ്റ്റ് തിങ് ഐ ഹിയർ എവറി ഡേ. എനിക്കത് കേട്ടാൽ ഞാൻ സത്യം പറയില്ല, എനിക്ക് ഒരു ഉളുപ്പും തോന്നാണ്ട് ഞാനിങ്ങനെ അത് കേട്ടുകൊണ്ടിരിക്കും. കാരണം ഒരാളുടെ ലൈഫിൽ ഉണ്ടാകുന്ന നല്ല കാര്യങ്ങൾ, ചീത്ത കാര്യങ്ങൾ, അത് അവർ ചെയ്ത ഓക്കെ ടു ആൻ എക്സ്റ്റെൻറ്റ് കർമ്മ എന്ന് പറയുന്ന സാധനമുണ്ട്. പക്ഷെ എന്ന് വെച്ച് ഒരാൾ ഇട്ടേച്ച് പോയതൊക്കെ ഭയങ്കര കർമ്മ റിലേറ്റഡ് ആണ്. അതങ്ങനെ ആണെങ്കിൽ ഓക്കെ, ഞാൻ ഇട്ടേച്ച് പോയതോ അല്ലെങ്കിൽ അങ്ങനെ ഞാൻ തെറ്റ് ചെയ്തിട്ടാണ് ഒരാൾ എൻ്റെ ലൈഫിൽ നിന്ന് പോയെങ്കിൽ ഐ ബിലീവ് കർമ്മ എന്നുള്ള സാധനം വരുന്നു. പക്ഷെ ഞാൻ ചെയ്യാത്തൊരു തെറ്റിന് കർമ്മ എനിക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ അത് കുഴപ്പമില്ല കുട്ടാ. നീ പറയുന്ന സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. ബാക്കി നമുക്ക് കേൾക്കാം. എന്താ നമ്മ പണ്ടത്തെ തൊപ്പില്ലടാ, ഇപ്പത്തെ തൊപ്പിനെ നമുക്ക് എനിക്കിഷ്ടം എങ്ങനെയാ വെച്ചാൽ ഒരു സ്ട്രീമർ, നല്ലൊരു സ്ട്രീമർ അത്രയാണ്. പണ്ടത്തെ തൊപ്പി, ആ തെറിയൊക്കെ പറയണ തൊപ്പില്ല. നമ്മ ആണുങ്ങൾക്ക് എങ്ങനെയാണോ അറിയില്ല കേട്ടോ, എനിക്ക് പേഴ്സണലി തെറിയൊക്കെ പറയണ പോലെ ഭയങ്കര ഇഷ്ടമാണ്. തെറി പറയുന്നവരെ ചെക്കന് ഭയങ്കര ഇഷ്ടമാണ്. ഓ മൈ ഗോഡ്, വാട്ട് എ ടോക്സിക് പീസ് ഓഫ് ഷിറ്റ് എന്നെ ആലോചിക്കുന്നത്. തെറി പറയുന്ന ആൾക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. അവനങ്ങ് പച്ചയ്ക്ക് അങ്ങ് വിളിച്ചു പറയുകയാണ്. അതായത് ഒരാൾ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് നടത്തി തെറിന്നൊക്കെ മാറി നല്ലൊരാളായി ഗുഡ് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇവൻ അതിനെ തിരിച്ച് പടുകുഴിയിലോട്ട് ഇടുന്ന രീതിയിൽ പറയുകയാണ്. തെറി പറയുന്ന ആളായിരുന്നു എനിക്കിഷ്ടം. ആണുങ്ങൾക്ക് അങ്ങനെയുള്ളവർ ആണോ എന്നറിയത്തില്ല, പക്ഷെ ഇവൻ അങ്ങനെ ഇഷ്ടം. അപ്പം നീ പോട്ടെ. സോ യു പ്രൊമോട്ട് ടോക്സിസിറ്റി. ഓക്കെ കുട്ടാ. ഇപ്പൊ സായിപ്പോപ്പിയൊക്കെ എന്റെ ഇവിടെ സായിപ്പോപ്പി. കാരണം എന്താ വെച്ചാല് സായിപ്പോപ്പിക്കൊക്കെ എന്റെ പെര വണ്ടി കാറൊക്കെ ഞാൻ എഴുതി ഒപ്പിട്ട് കൊടുക്കും, അത്രക്കും ഇഷ്ടം. സായിപ്പോപ്പിക്ക് അവൻ്റെ പെര, വീട്, ആധാരം, വണ്ടി എല്ലാം അവൻ ഒപ്പിട്ട് കൊടുക്കും. ഇതൊക്കെ നിനക്കുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നീ ഇതൊക്കെ എഴുതി ഒപ്പിട്ട് കൊടുക്കുന്നു. അപ്പം സായിപ്പോപ്പി, ഇഫ് യു വാച്ചിങ് ദിസ് വീഡിയോ, താങ്കൾക്ക് ഫ്രീ ആയിട്ട് വീടും കാറും പൊന്നും പണവും എല്ലാം ഈ പറയുന്ന അനസ് എന്ന് പറയുന്ന വ്യക്തി തരുമെന്നാണ് പറയുന്നത്. പ്ലീസ് അത് താങ്കൾക്കെങ്കിലും ഉപകാരപ്പെടട്ടെ അങ്ങനെ ഒരു സംഭവം അവനക്കുണ്ടെങ്കിൽ. വെറുതെ വന്ന് വിളിച്ചിരുന്ന് കൂവുമ്പോഴത്തേക്കും ഞാനെല്ലാം ഒപ്പിട്ട് തരുമെന്നൊന്നും പറയരുത്. വീഡിയോയുടെ എലഗൻസിന് അത് നല്ലതാണ്, പക്ഷെ ലൈഫിൻ്റെ എലഗൻസിന് അത് അത്ര നല്ലതായിരിക്കില്ല കുട്ടാ. എന്താ വെച്ചാല് നമ്മ ഒന്നും ഇപ്പൊ ഇങ്ങനെ തെറി പറയാൻ കഴിയില്ലല്ലോ. തെറി പറയാൻ കഴിയൂല. ഞാൻ അത് തന്നെയാണ് കേട്ടെ, ഒന്നുകൂടെ കേട്ടോട്ടെ. ശരിയാണ്, നമുക്ക് തെറി പറയാൻ പറ്റൂല. നീ തെറിയൊന്നും പറയത്തില്ല, നീ വീഡിയോയിൽ എവിടെ തെറി പറയുന്നത്. പക്ഷെ നിന്നെപ്പോലെ ഇരിക്കുന്ന ഒരു വ്യക്തി എന്തോ ഇത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ നായിന്റെ മോനെ ഞാൻ ഒരു വീഡിയോ കണ്ട്, ആ വീഡിയോ കണ്ടിന്റെ കയ്പ് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ നിങ്ങളെ മുമ്പ് വന്നത്. നായിന്റെ മോൻ സീരിയസ്ലി തെറിയല്ലായിരിക്കും അല്ലേ? ഏതോ വീഡിയോ കണ്ടതിൻ്റെ കഴപ്പ് തീർക്കാനായിട്ടാണ് നീ വന്നിരിക്കുന്നത്.
അതും വളരെ വീഡിയോയിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു പദമായിട്ട് ഞാൻ കാണുന്നു. നല്ലൊരു ഡിക്ഷണറിയാണ്. നീ പഠിച്ച സ്കൂൾ ഏതാണെങ്കിലും നൈസ്. ഐ എം പ്രൗഡ് ഓഫ് യു മൈ ബോയ്. ബാക്കി കേൾക്കാം. ഇത് നമ്മളെ മനസ്സിലുള്ള സാധനം ഒരു ഇങ്ങനെ പരസ്യമായിട്ട് പറയുമ്പോൾ നമുക്ക് എന്ത് സന്തോഷം ഉണ്ടാവും. അവന് തെറി ഒരാൾ പറയുമ്പോഴത്തേക്ക് അവനങ്ങ് മനസ്സ് ഉല്ലസിച്ച് പോവുകയാണ്. അവന് തെറി കേൾക്കുമ്പോഴത്തേക്ക് അവന് എവിടെന്നോ ഇല്ലാത്ത എനർജി ഇങ്ങനെ കുളിർന്ന് കയറുന്ന പോലെ ഒരു അവസ്ഥയാണ്. എന്താണ് നിനക്ക് വയ്യേ നിനക്ക്? ഉഫ്. അതേമാതിരി ഉണ്ട് പണ്ടത്തെ എനിക്ക് തൊപ്പിനെ അന്ന് ഭയങ്കര ഇഷ്ടമാണ്. ഈ തെറി കളിക്കുന്ന ആ തൊപ്പിനെ ആ ടൈമിലാണ് ഇവള് തൊപ്പിനെ സ്നേഹിച്ചത്, മനുഷ്യരുടെ കരിയർ നശിപ്പിക്കാനായിട്ട്. ഓ മൈ ഗോഡ്. കുറ്റസമ്മതമാണ് ഗൈസ്. ഞാൻ ഒരാളുടെ കരിയർ നശിപ്പിച്ചു. തെറി വിളിക്കുന്ന ഒരാളുടെ കരിയർ ഞാൻ നശിപ്പിച്ചിരിക്കുന്നു. ആ ഒരു പ്രക്രിയ ഞാൻ ചെയ്തു പോയി. ഞാൻ എന്താണ് അനസ് ചെയ്യേണ്ടത്? ഞാൻ അതിന് താങ്കളുടെ കാല് പിടിക്കണോ? എനിക്കറിയത്തില്ല. കരിയർ നശിപ്പിച്ചെന്ന് ആരാണ് പറഞ്ഞത്? കാരണം തൊപ്പിക്കില്ലാത്ത അല്ലെങ്കിൽ നിഹാദിനില്ലാത്ത ദണ്ണമാണ് അനസിന് ഇവിടെ കാണുന്നത്. അനസിന് ഉള്ളങ്ങ് പൊട്ടുവാണെന്ന് തോന്നുന്നില്ലേ? അനസിന് അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല. സാരമില്ല കുട്ടാ, അതെന്തോ ഒരു പ്രത്യേകതരം അസുഖമായിട്ട് ഞാൻ കാണുന്നത്. പക്ഷേ നീ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അടിപൊളിയായതുകൊണ്ട് ഒരു പ്രശ്നമില്ല. അതായത് നിനക്ക് പേഴ്സണലി അറിയാത്ത ഒരാളെ പറ്റി നീ വന്ന് ഇവിടെ ഇരുന്ന് കൊണാന്ന് എന്തൊക്കെയോ കുണുകുണാന്ന് സംസാരിക്കുന്നു. എന്നിട്ട് ഒരു വീഡിയോ അങ്ങ് അപ്ലോഡ് ചെയ്യുന്നു. ആധാരം കൊടുക്കാം, വണ്ടി കൊടുക്കാം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് വീഡിയോ കുറച്ച് സെറ്റപ്പായി രീതിയിൽ നീ പറയുന്നതായിരിക്കും നിൻ്റെ കണ്ടൻറ്റ്. നിനക്ക് പേഴ്സണലി അറിയാത്ത ഒരാളെ പറ്റി ഇങ്ങനെ കരിവാരി തേക്കുന്നതായിരിക്കും നിൻ്റെ കണ്ടൻറ്റ്. എനിക്കത് കണ്ടൻറ്റായിട്ട് തോന്നുന്നില്ല. അതിലും ഭേദം ഞാൻ കരഞ്ഞു മെഴുകുന്നതാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. അതാകുമ്പോൾ ആർക്കും ഒരു ശല്യമില്ല. നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്ത് പോകാം. ഞാൻ ഒരു മൂലയിൽ വല്ലിരുന്ന് കരഞ്ഞോളാം. ഞാനിങ്ങനെ ആരെയും കരിവാരി തേക്കാൻ പോകാറില്ല. എന്താണ് അപ്പൊ നമ്മളെ ചെക്ക അങ്ങനെ ഒന്ന് തൊപ്പിനെ കണ്ടിന്. അപ്പൊ എന്നിട്ട് തൊപ്പിന്റെ കുട്ടി അങ്ങനെ എന്നിട്ട് തൊപ്പിനെ ബ്രേക്കപ്പ് ആയി അടുത്ത ചെക്കനെ നോക്കി. എന്തിനാ തൊപ്പിനെ ബ്രേക്കപ്പ് ആക്കി അടുത്ത ചെറുക്കനെ നോക്കി? ഓക്കെ, ഞാൻ കന്യാസ്ത്രീ ആവാം അല്ലെങ്കിൽ ഞാൻ മഠത്തിൽ പോകാമെന്നൊന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഒരു ഐ സേ ദിസ് ടു എവറിബഡി. മിനിമം കോമൺ സെൻസ് ഉള്ള ഒരാൾക്കറിയാം ഒരു റിലേഷൻ നിന്ന് പോയെന്ന് വെച്ചിട്ട് അടുത്ത റിലേഷൻ നോക്കത്തില്ല എന്ന് നമ്മൾ എവിടെയും എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടില്ല. നിങ്ങളൊക്കെ നിങ്ങളുടെ ഫസ്റ്റ് റിലേഷനെ അല്ലല്ലോ കല്യാണം കഴിച്ചിരിക്കുന്ന. 90% ഫസ്റ്റ് ലവ് ഫെയിൽ ആവുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പം ഞാൻ വേറെ ആളെ നോക്കിയാലും മാത്രം അവൻ്റെ എല്ലിൻ്റെ അടിയിൽ എന്തോ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. ബാക്കി കേൾക്കാം. അതാ ഇവളെ ക്യാരക്ടർ തന്നെ എങ്ങനെയാണ്. ഇപ്പൊ ഇങ്ങനെ ഇവളെന്ത് ഈ ബിരിയാണി ടെസ്റ്റ് ചെയ്യുന്ന മാതിരി ചെക്കന്മാരെ സെലക്ട് ചെയ്യുക. ആദ്യം തൊപ്പി, പേരകണത്തെ ബിരിയാണി, പിന്നെന്തോ വേറെ ഏതൊരു ചെങ്ങായില്ല, ഒരു വവ്വാലുമോറെ എന്താണ് ലല്ലു, അത് റഹ്മത്തെ ബിരിയാണി. ഇനിയിപ്പോ മൂന്നാമത്തെ ഒരാളെ നോക്കുന്നുണ്ട്. ആരാ ചെക്കൻ, ആരാന്നറിയില്ല. ആരുടെ നാറി എന്നോട് പറഞ്ഞ ഞാൻ മൂന്നാമത്തെ ചെക്കനെ നോക്കുന്നുണ്ടെന്ന്? ഞാൻ പോലും അറിഞ്ഞില്ല. ഞാൻ പോലും അറിയാണ്ട് നീ അങ്ങ് കുറേ നാൾക്ക് മുന്നേ ഈ വീഡിയോ ഇട്ട് കുറച്ച് നാളായി. ഈ വീഡിയോ ഇടുമ്പോൾ ടൈമിൽ ഇവൻ പറയുകയാണ് ഞാൻ മൂന്നാമത്തെ ആളെ നോക്കുന്നുണ്ടെന്ന്. ആരുടെ നാറി? നിന്നോട് ആര് പറഞ്ഞു? എനിക്കറിയാം. എൻ്റെ ക്ഷമ എന്ന് പറയുന്ന സാധനം ഇപ്പോൾ കുറച്ച് വന്നുകൊണ്ട് ഞാൻ വേറെ ഒന്നും വിളിച്ചു പോകുന്നില്ല. പിന്നെ ഇവൻ പറയുന്നുണ്ട് ബിരിയാണി കഴിക്കുന്ന പോലെയാണ് ഞാൻ ആൾക്കാരെ മാറ്റുന്നതെന്ന്. നോർമലി ഞാൻ കേട്ടിട്ടുള്ള ഡ്രസ്സ് മാറ്റുന്ന പോലെ ആയിരുന്നെന്നാണ്. ഇപ്പോൾ ഇവൻ പറയുന്നു ഞാൻ ബിരിയാണി മാറ്റുന്ന പോലെയാണെന്ന്. ആദ്യം പാരഗണത്തെ ബിരിയാണി, പിന്നെ റഹ്മത്ത് ബിരിയാണി. അപ്പോൾ ഞാൻ ആലോചിക്കും, ഇവൻ റഹ്മത്ത് ബിരിയാണി എന്ന് പറയുന്നുണ്ട്, പക്ഷേ ഇതേ ആളെ ഇവൻ വവ്വാല് മോറൻ എന്നും വിളിക്കുന്നുണ്ട്. റഹ്മത്തത്തെ ബിരിയാണി സത്യം പറയാലോ ഗൈസ്, കോഴിക്കോടത്തെ റഹ്മത്ത് ബിരിയാണി അത്രയും അടിപൊളി ബിരിയാണിയാണ്. അത് നീ ആ വവ്വാല് മോറനുമായിട്ട് കമ്പയർ ചെയ്ത് തന്നെ നീ ചെയ്ത തെറ്റ്. ഓക്കെ, വവ്വാല് മോറെന്ന് വിളിച്ചത് പിന്നെയും ഞാൻ നിനക്ക് കുറച്ച് ബഹുമാനം അവിടെ തരുന്നുണ്ട്, നീ അത് വിളിച്ചല്ലോ. പക്ഷേ നീ ബിരിയാണി ഒന്നായിട്ട് ആൾക്കാർ കമ്പയർ ചെയ്യരുത്. നിനക്ക് റിലേഷൻഷിപ്പ് ഉണ്ടോ, നിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നീ ജനിച്ചപ്പോൾ തൊട്ട് ഒരു ബിരിയാണി മാത്രം കഴിച്ച് ഉപ്പും ഇതൊന്നും ഇല്ലെങ്കിലും പ്രശ്നമില്ലാണ്ട് ആ ബിരിയാണി മാത്രം കഴിച്ച് സഹിച്ച് നിൽക്കുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നു. നിൻ്റെ ഈ ടോക്കിൽ നിന്ന് തന്നെ നിൻ്റെ വികാരങ്ങൾ നീ അവിടെ ഒതുക്കി വയ്ക്കുന്ന പോലെ എനിക്കെന്തോ ഫീൽ ചെയ്തു. തൊപ്പി കണ്ണൂർ ജില്ലയെന്ന്, ലല്ലു അതാ കൊണ്ടോട്ടിയ മലപ്പുറം, അവിടെ ഇവിടെ ഉള്ള. ഇനി മൂന്നാമത്തെ ഈ വാക്ക് എഴുതി വെച്ചോ. തൊപ്പിനെ ബ്രേക്കപ്പ് ആയെന്ന് ഞാൻ ഒരു വീഡിയോ ഇട്ടിനി. രണ്ടാമത് ആരായിരിക്കും രണ്ടാമത് ഇവക്ക് വരുന്നു. ഇവള് ഇങ്ങനെ ജീവിത അവസാനം വരെ ഒരു 100 ചെക്കന്മാരുണ്ടാവും. ഇവള് നിക്കാവും കഴിക്കും. കണ്ടുണ്ടി 100 ചെക്കന്മാരുണ്ടാവും. കണ്ടോണ്ടി. അയ്യ, അവനെല്ലാം കാണുന്നു, നീ എല്ലാം കാണുന്നു, നീ എല്ലാം അറിയുന്നു, നീയാണ് ദൈവം. നമിച്ച് കുട്ടാ. 100 ചെക്കന്മാരൊക്കെ എങ്ങനെ നിൽക്കാൻ കഴിക്കാൻ പറ്റും? അത്രയൊന്നും എനിക്ക് പറ്റുമെന്ന് തോന്നില്ല. അതിനുള്ള ഒരു കപ്പാസിറ്റി എനിക്കില്ല. ആണെങ്കിൽ നമുക്ക് ശ്രമിക്കാം കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് വരുവാണെങ്കിൽ നമുക്കപ്പോൾ നോക്കാം. പക്ഷേ ഇപ്പോൾ എൻ്റെ ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ എൻ്റെ ഒരു പേഴ്സണാലിറ്റി വെച്ചിട്ട് എനിക്കത് പറ്റത്തില്ല കുട്ടാ. നിനക്കങ്ങനെ പറ്റുമെങ്കിൽ നീ ഒരു 100 100 ഒതുക്കണ്ട, നിനക്ക് എത്ര വേണമെങ്കിൽ കെട്ടാം. ആൻഡ് ഒരു റിലേഷൻഷിപ്പിൽ തന്നെ ഒതുങ്ങണമെന്ന് ഞാൻ നിന്നോട് പറയത്തില്ല. നിന്നെപ്പോലെ ഞാൻ മ്ലേച്ഛതരം നിന്നോട് ഞാൻ തിരിച്ചു പറയത്തില്ല.
യു ക്യാൻ ഫൈൻഡ് എ ഗുഡ് പേഴ്സൺ. ആ ഗുഡ് പേഴ്സൺ വരുന്ന വരെ നിങ്ങളൊരു മോശം റിലേഷൻഷിപ്പിലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് ചെയ്ത് അടുത്ത റിലേഷൻഷിപ്പിലോട്ട് പോകാം. അതിനൊരു തെറ്റും ഞാൻ കാണുന്നില്ല. എന്തുകൊണ്ടേ ഇവളെ കണ്ടതിന്റെ ശേഷമാണ് എനിക്ക് ഒരു കാര്യം മനസ്സിലായത്. എന്താ വെച്ചാല് നമ്മ ലൈഫിലുണ്ടാണ് ഈ ഹാപ്പി മൊമെന്റ്സ് നമ്മൾ സോഷ്യൽ മീഡിയ ആഘോഷിക്കരുത്. അത് ഞാൻ എഗ്രി ചെയ്യുന്നു. നമ്മൾ നമ്മുടെ ഹാപ്പി മൊമെൻറ്റ്സ് ഒന്നും സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യരുത്. ഐ എഗ്രി, ഇറ്റ് വാസ് എ മിസ്റ്റേക്ക് ഫ്രം മൈ സൈഡ്. ഞാൻ എൻ്റെ എല്ലാ സന്തോഷങ്ങളും ഷെയർ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. ആൻഡ് അത് ഞാൻ മിസ്റ്റേക്സിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ചെയ്ത തെറ്റാണ്. അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ പറയുന്ന താങ്കൾ ഹാപ്പി മൊമെൻറ്റ്സ് ഒന്നും ഷെയർ ചെയ്യാറില്ലല്ലേ? അപ്പം ഇതെന്താണ് കുട്ടാ? 100Kയുടെ ഒരു പോസ്റ്റർ, വൈ ആർ യു ഷെയറിങ്? താങ്കൾക്ക് 100K അടിച്ചു, ആരെ അറിയിക്കുന്ന ആവശ്യം എന്താണ്? താങ്കൾക്ക് 100K അടിച്ച് മിണ്ടാണ്ടിരുന്നാൽ പോലെ, ഒരു കേക്കും കഴിച്ച് വല്ല മൂലയിലും ഇരുന്നാൽ പോലെ. എന്തിനു കുട്ടി ഘോഷിക്കുന്നു? വേറൊരു സംഭവം കാണാം. ഷിംലയിൽ പോയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഷിംലയിൽ പോയിട്ട് സങ്കടമാണ് ഈ മുഖത്തൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇത്ര സന്തോഷമുള്ള ഫോട്ടോ എന്തിനാണ് പോസ്റ്റ് ചെയ്തത് കുട്ടാ? പിന്നെ വേറൊരു സംഭവം നമുക്ക് കാണാം. ഓ മൈ ഗോഡ്, ഇവൻക്ക് എക്സ്പ്ലോർ പേജ് എന്ന് പറയുന്ന ഒരു പേജ് തന്നെ ഉണ്ട് ഗൈസ്. ഇവൻ പോകുന്ന എല്ലാ സന്തോഷങ്ങളും, ഇവൻ പോകുന്ന തൊട്ടപ്പുറത്ത് പാല് വാങ്ങാൻ പോകുന്നവരെ ഇടുന്നവനാണ് ഇവൻ. ഇവൻ്റെ ഹൈലൈറ്റ്സ് തന്നെ നിങ്ങൾ നോക്കിയോ. ലോഫോ, മലേഷ്യ, നേപ്പാൾ, വെസ്റ്റ് ബംഗാൾ, കൊൽക്കത്ത, അപ്പുറത്തെ വീട്ടിലെ കട, ഇപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ വീട്, ഇവൻ എല്ലാ മൂലയിലും പോകുന്ന എല്ലാ കാര്യങ്ങളും അപ്ലോഡ് ചെയ്യുന്ന ഇവനാണ്. എന്നോട് പറയുന്നത് താങ്കൾ ഇതൊന്നും പ്രൈവറ്റ് ആക്കി ഇവനാണ് എന്നോട് പറയുന്നത് താങ്കൾ ഇതെല്ലാം പ്രൈവറ്റ് ആക്കി വെക്കണം അല്ലെങ്കിൽ പബ്ലിക് ആക്കരുതെന്ന്. പിന്നെ ഇവന്റെ വേറൊരു വീഡിയോ കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവലെ കാര്യത്തിന് ഞാൻ അപ്പളേ പറഞ്ഞേ, എഴുതി വെച്ചോളി, ഇവര് രണ്ടാളും ബ്രേക്കപ്പ് ആവും. ആസ്ട്രോളജർ ആണ് അനസ് എന്ന് പറയുന്ന വ്യക്തി. അതായത് ഗണിച്ചും ഹരിച്ചും ഗുണിച്ചും ഒരാൾ ബ്രേക്കപ്പ് ആവോ ഇല്ലേ എന്നൊരു കൺക്ലൂഷൻ എങ്ങനെയോ ആസ്ട്രോളജറായ അനസിന് പറയാൻ പറ്റുന്നുണ്ട്. അനസ്, നിനക്ക് എവിടെ നിന്നാണ് ഇത്രയും കഴിവ് കിട്ടുന്നത്? നീ എവിടെ നിന്നാണ് അത് വഹിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ആര് ബ്രേക്കപ്പ് ആവും, ആര് സോഷ്യൽ മീഡിയയിൽ ഇന്ന റിലേഷൻ ആവും, ഇതൊക്കെ നിനക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ നീ ഇത് എഴുതി വെച്ചേക്കുവാണോ? ഹോറോസ്കോപ്പിക് ആയിട്ടുള്ള ഒരു ഡിവോഷൻ അങ്ങനെ എന്തെങ്കിലും സംഭവം നിനക്ക് നടക്കുന്നുണ്ടോ? അറിയാൻ വേണ്ടി ചോദിച്ചാണ്, ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി. ഒക്കെ പ്രൈവറ്റ് ആയിട്ട് സ്നേഹിക്കുക, പ്രൈവറ്റ് ആയിട്ട് ഡേറ്റ് ചെയ്യുക, പ്രൈവറ്റ് ആയിട്ട് ഹാപ്പി ആകുക. ശരിയാണ്, എല്ലാം പ്രൈവറ്റ് ആയിട്ട് വെക്കുക. അതാകുമ്പോൾ പ്രൈവറ്റ് ആയിട്ട് സൊളിവിൽ അങ്ങ് മുങ്ങാനും പറ്റും. ആരും അറിയത്തില്ല അങ്ങനെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു പോലും ആരും അറിയത്തില്ല, ഒരു പട്ടിക്കുറുക്കനും അറിയത്തില്ല. അതാകുമ്പോൾ അവർ നിങ്ങൾ ഇട്ടിട്ട് പോയാലും നിങ്ങൾക്കൊരു മൂലയിൽ വെറുതെ കുത്തിയിരുന്ന് കരഞ്ഞാൽ മതി. താങ്കളതാണ് ചെയ്യുന്നത്, പ്രൈവറ്റ് ആയിട്ടാണോ എല്ലാം വെക്കുന്നത്? ഒരു തൊപ്പിനായിട്ട് തോകുമ്പോത്തിന് ഫുള്ള് എന്നറിയാണ്ട് മ്യൂസിക് ഇട്ട് ഇറക്കും. അങ്ങനെ ബ്രേക്കപ്പ് അതിന്റെ രണ്ടാമത്തെ ആളെ കെട്ടുന്നു സോഷ്യൽ മീഡിയയിൽ മൊത്തത്തിൽ. ഇപ്പൊ ഞാൻ അത് പറയുമ്പോ നിങ്ങൾ വിചാരിക്കും എന്താണ് ആൻസർ, പെണ്ണല്ല റെസ്പെക്ട് ആക്കിക്കൂടെ? അങ്ങനെ പറയണം, പെണ്ണിനെ റെസ്പെക്ട് ആക്കണം. പക്ഷെ ആ ഭാഗത്ത് ഞാൻ അഖിൽമാരാർ പറഞ്ഞ മാതിരിയാ ചെയ്യുള്ളൂ. കാരണം എന്താ വെച്ചാൽ ലോകത്തുള്ള എല്ലാ പെണ്ണിനെ റെസ്പെക്ട് ആക്കാൻ പറ്റൂല. ശരിയാണ്, ലോകത്തുള്ള എല്ലാ പെൺപിള്ളേരെയും റെസ്പെക്റ്റ് ആക്കാൻ പറ്റില്ല. അതുകൊണ്ട് ലോകത്തുള്ള എല്ലാ ആൺപിള്ളേരെയും റെസ്പെക്റ്റ് ആക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് നിന്നെ പോലത്തെ ഒരു നാറീനെ തീരെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് നാറീന്ന് തന്നെ ഞാൻ വിളിക്കത്തുള്ളൂ. അപ്പോൾ നീ പറയുന്നുണ്ട് ഞാൻ പാട്ടിട്ട് ഫോട്ടോയൊക്കെ ഇറക്കുന്നത്. ഞാൻ പാട്ടല്ല, ചിലപ്പോൾ ഞാൻ DJ നടത്തും, ചിലപ്പോൾ ഞാൻ പഞ്ചായത്ത് മൊത്തം വിളിച്ചു കൂട്ടി ഞാൻ ഒരു പാർട്ടി നടത്തും. അതൊന്നും നിന്നെ ബാധിക്കുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് പാട്ടിടണമെന്ന് തോന്നി ഞാൻ പാട്ടിടും, വേറെ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി ഞാൻ ചെയ്യും. അതിന് അനസിന് എന്താണ് അനസ് ഇത്ര പ്രശ്നം? ഷോ ഇനി ശ്രദ്ധിച്ചോളി, ഇങ്ങൊരു യൂട്യൂബർ ആണ്, നിങ്ങൾക്ക് അതിൽ പൈസ ഉണ്ടാ അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേ ലുക്ക് ഉണ്ടാ, നിങ്ങൾക്ക് ഒരു ഹായ് വരാൻ ചാൻസ് ഉണ്ട്. എഴുതി വെച്ചോളി, മൂന്നാമത്തെ ഒരു ചെക്കൻ വരും 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 ഉറപ്പായിട്ടും. ലാസ്റ്റ് പറഞ്ഞ കാര്യം ഞാൻ യോജിക്കുന്നു. എനിക്ക് മൂന്നാമതൊരു ചെറുക്കൻ വേണമെന്ന് തോന്നുന്ന സമയമാകുമ്പോഴത്തേക്കും മൂന്നാമതൊരു ചെറുക്കൻ വരും. യൂട്യൂബർ, പൈസ ഉള്ളവൻ, ലുക്ക് ഉള്ളവൻ എന്ന് നോക്കി കാറ്റഗറൈസ് ചെയ്ത് ഞാൻ അങ്ങനെ നിന്നെപ്പോലെ ചെയ്യുന്നില്ല. നീ അങ്ങനെ ആയിരിക്കുമല്ലോ ആൾക്കാർ നോക്കുന്നത്. കാരണം എൻ്റെ രണ്ടാമത്തെ റിലേഷൻ, അതായത് ഞാൻ കല്യാണം കഴിച്ച ആൾക്ക് യൂട്യൂബിൻ്റെ ഒരു തേങ്ങയും മാങ്ങ അറിയത്തില്ലായിരുന്നു. വിദ്യാഭ്യാസം ഓക്കെ, പൈസ നോ, ഇതൊന്നും നോക്കാണ്ട് ഇഷ്ടം കൊണ്ട് മാത്രം കെട്ടിയൊരു വ്യക്തിയാണ് ഞാൻ. അപ്പം നീ അത് പറയുന്നത് ചെറ്റത്തരല്ലേ അനസേ? അനസിനെ ഞാൻ പിന്നീട് കണ്ടോളാം. സോ ഇനി നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് പോവാം. ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആക്കാൻ കഴിയുന്നില്ല, ഒരു സമാധാനം കിട്ടുന്നില്ല, സമാധാനം ഇല്ല. അതായത് ഫസ്മീന ജാക്കിർ, ലല്ലു ഇബിയും പറയുന്ന രണ്ടുപേരും സോഷ്യൽ മീഡിയ ഇരുന്നിട്ട് ഓരോ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടി ഒരു വാർ തന്നെ സോഷ്യൽ മീഡിയ നടക്കുന്നില്ലേ. എന്താണ് സംഭവിക്കുന്നുള്ളത്? നിങ്ങൾ എന്തിനാ നിങ്ങളെ ഫാമിലി മാറ്റർ ഈ സോഷ്യൽ മീഡിയ ഇരുന്നിട്ട് പറയുന്നേ? നിങ്ങൾ ആൾക്കാരെ ഭ്രാന്താക്കുന്നതിന് ഞമ്മക്കിടത് കേൾക്കാൻ കഴിയുന്നില്ല.
എന്തിത് ഇങ്ങനെല്ലാം പറയുവോ? ചെയ്തത് ചെയ്ത്. എനിക്ക് ഫസ്മീനാട് പറയാനുള്ളത്, എന്ത് ചെയ്ത് ഡിവോഴ്സ് ചെയ്തിട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ നോക്ക്. എന്തിന് വെറുതെ ഈ സോഷ്യൽ മീഡിയ ഇരുന്നിട്ട് ഇതാക്കുന്നേ? എന്നെ പോലെ സ്റ്റാൻഡേർഡ് ആയിട്ട് ജീവിക്കാൻ നോക്ക്. എന്നെ പോലെ സ്റ്റാൻഡേർഡ് ആവും. എന്നെ പോലെ സ്റ്റാൻഡേർഡ് ആയിട്ട് ജീവിക്കാൻ നോക്ക്. ഇത് ഓപ്പൺ ആക്കാൻ കഴിഞ്ഞില്ല, ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആക്കാൻ കഴിഞ്ഞില്ല ചോദത്തൊട്ട്. ഇതിന്റെ മെയിൻ ലക്ഷ്യം റീച്ച് എടുക്കലാണ്. ദയവ് ചെയ്തിട്ട് നമ്മളെ ശല്യപ്പെടുത്തരുത് പ്ലീസ്. ദയവ് ചെയ്ത് ഇതൊക്കെ എങ്ങനെ എൻ്റെ ഫീഡിലോട്ട് വന്നോ എന്തോ. ചങ്ങായി ഏതോ കാട്ടിലിരുന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. എൻ്റെ പേരെന്താ? അമ്മായി വ്ളോഗറോ? അമ്മായി മാറ്റി അമ്മാവനാക്കണം കേട്ടോ. ജെൻഡർ ഇത് മാറുന്നുണ്ട്. സോ അമ്മാവൻ വ്ളോഗർ, എനിക്ക് താങ്കളോട് പറയാനുള്ളത്, താങ്കൾ പറയുന്നത് ഞാനിത് കണ്ടന്റിന് വേണ്ടിയാണ് ചെയ്യുന്നത്. ഓക്കെ, കണ്ടന്റിന് വേണ്ടിയാണ് ചെയ്യുന്നത്. താങ്കൾ എന്താണ് ഇവിടെ ഇരുന്ന് ചെയ്യുന്നത്? കണ്ടന്റ് അല്ലേ ചെയ്യുന്നത്? വേറെ എന്തെങ്കിലും ആണോ ചെയ്യുന്നത്? ലുഡോ കളിക്കുന്നോ? പാമ്പും കോണി? എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുകയാണ്. പാവം അമ്മാവനെ ഞാൻ അധികം ട്രോള് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പാവം തോന്നി ഇങ്ങേരുടെ വീഡിയോസ് കണ്ടപ്പോഴത്തേക്കും. പക്ഷെ എന്തായാലും കൊള്ളാം, വീഡിയോ കൊള്ളാം. കാട്ടിൻ്റെ ആ ഉള്ളിലിരുന്ന ആ ഒരു സെറ്റപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇൻസ്റ്റ തുറക്കാൻ പറ്റുന്നില്ലെന്നാണ് തോന്നുന്നത്. ബ്ലോക്ക് ബട്ടൺ അമരുന്നില്ലായിരിക്കും അല്ലേ? സാരമില്ല, മനസ്സിലാവും. ചിലരുണ്ട് അങ്ങനെ വന്നിരുന്ന് പറയും എന്തിനിതെൻ്റെ ഫീഡിൽ വന്നു എന്ന്. പക്ഷെ അവർക്ക് അങ്ങോട്ട് ബ്ലോക്ക് ചെയ്യാനുള്ള കൈ അങ്ങോട്ട് അവാഹിക്കില്ല, അവിടെ എത്തത്തില്ല. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ചില പ്രത്യേക ആൾക്കാർ ഞാൻ കമൻറ്റ് സെക്ഷനിൽ കണ്ടിട്ടുണ്ട്. അവരെ ഞാൻ പിന്നീട് പൊക്കുന്നുണ്ട്. ഇയാളുടെ അടുത്ത വീഡിയോയിലോട്ട് പോവാം. തൊപ്പി ഫസ്മീന ജാക്കിറിനെ വിവാഹം കഴിക്കണം. അതാണ് തൊപ്പി, അതാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് നീ ഒരു നല്ല കാര്യം ചെയ്താൽ നിനക്ക് പുണ്യം കിട്ടും. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നീ കഴിഞ്ഞ പോയ കാര്യമെല്ലാം മറക്ക് തൊപ്പി. മനുഷ്യനല്ലേ, അങ്ങനെയൊക്കെ സംഭവിക്കും. നിനക്കൊരു ജീവിതം കൊടുക്കണം, ഒരു പെണ്ണിന് ജീവിതം കൊടുക്കണം. നീ ഇങ്ങനെ ഇരുന്നാൽ മതിയാ? അതുകൊണ്ട് ഞാൻ തൊപ്പിയോട് ഒരു നല്ല കാര്യമേ പറയുന്നുള്ളൂ. ഫസ്മീന ജാക്കിറിനെ വിവാഹം കഴിക്കുക, നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. ഓക്കെ. നിങ്ങൾക്കാർക്കും ജീവിതം ഇല്ലാണ്ട് നടക്കുകയാണെങ്കിൽ അമ്മായി വ്ളോഗറിനെ കോൺടാക്ട് ചെയ്താൽ മതി. ജീവിതം ഇല്ലാത്തവർക്ക് ഇപ്പോൾ കേരള മാട്രിമോണി, നിക്കാഹിൻ .com ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അമ്മായി വ്ളോഗറിനെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്കൊരു ജീവിതം അയാൾ ഉണ്ടാക്കി തരും. അയാൾ പറയുന്നത് അയാൾക്ക് സ്വന്തമായിട്ട് ഒരു ജീവിതം ഉണ്ടെന്നാണ്, അല്ലെങ്കിൽ അയാൾ തന്നെ ഒരു ജീവിതം നിങ്ങൾക്ക് തന്നേനെ. സോ ജീവിതം ഇല്ലാത്തവർ പ്ലീസ് ഇങ്ങനെ കോൺടാക്ട് ചെയ്യണം. കാരണം ഇങ്ങനെ എല്ലാവർക്കും ജീവിതം ഉണ്ടാക്കി കൊടുക്കും. അത് നമ്മുടെ ഇഷ്ടം നോക്കത്തില്ല, വേറെ ആളുടെ ഇഷ്ടം നോക്കത്തൊന്നുമില്ല. പക്ഷെ ഇയാൾക്ക് തോന്നുന്നു ഇയാൾ അങ്ങ് ഹൊറോസ്കോപ്പിക്കലി മാച്ച് ചെയ്യുവാണ്. പെർഫെക്റ്റ്. അപ്പോൾ നമുക്ക് അടുത്ത മെയിൻ കുടുംബശ്രീ യൂണിറ്റിലോട്ട് നമുക്ക് കിടക്കാം. The moment you give up. കൊറേ ദിവസം ഇല്ലായിരുന്നല്ലോ. ലല്ലുബി ഇവിടെ തേച്ചാ ഒരു കല്യാണം കഴിഞ്ഞല്ലേ? നോക്കട്ടെ, ഫോളോ ചെയ്യും. എടാ ലല്ലുബിനെ ഫോളോ ചെയ്തില്ല, തേച്ച് ആവടാ. മറ്റുള്ളവരെ ദുഃഖത്തിൽ നമ്മൾ സന്തോഷിക്കാൻ പാടില്ല. കരച്ചിൽ കാണേണ്ടി വരുമല്ലോ. എന്തൊക്കെയായിരുന്നു. പക്ഷെ പുള്ളിക്കാരത്തി നല്ലോണം വിഷമിക്കുന്നുണ്ട്. അപ്പുറത്തെ സൈഡില് ലല്ലുബിയും ഒരുപാട് വിഷമിക്കുന്നുണ്ടാവും. നമുക്ക് നോക്കാം. നിൻമുഖം സന്ധ്യ പോലെ സുന്ദരം, മുളങ്കുഴൽ സ്വരം മനോഹരം, കണ്ട നാൾ മുതൽക്കു ഞാൻ അലിഞ്ഞു പോ. പുള്ളിക്കാരന് നല്ല സങ്കടമുണ്ട്. ഒരു പ്രത്യേക ടൈപ്പ് കണ്ടന്റ് ക്രിയേറ്ററാണ് ഇവൻ. ഇവനെ കണ്ടന്റ് ക്രിയേറ്റർ എന്ന് ഞാൻ വിളിക്കത്തില്ല. ഇവൻ ശരിക്കും പറഞ്ഞ ഒരു അസൽ കുടുംബശ്രീ. അപ്പുറത്തെ വീട്ടിൽ അസുറത്താത്ത എന്ത് ചെയ്യുന്നു, ഈ ഒരു ടൈപ്പ് കാറ്റഗറിയിൽ ഞാൻ ഇവനെ പെടുത്തത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവൻ പറയുന്നത് സത്യമാണ്. ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടായിരുന്ന സമയത്താണ് ഇവൻ ഈ വീഡിയോ ഇട്ടേക്കുന്നത്. ഇപ്പോഴത്തെ സിറ്റുവേഷനിലല്ല ഇവൻ ഇട്ടേക്കുന്നത്. കുറച്ച് മുന്നേ ഇട്ട വീഡിയോ ആണിത്. അതായത് ഇവൻ എൻ്റെ ഫോളോയിങ്ങും ഇതൊക്കെ എടുത്തു വെച്ച് നോക്കിയിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ആൻഡ് ഓൾറെഡി ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, എന്തെങ്കിലും പ്രശ്നം വരുമ്പം ഉടനെ ഷിബ്ലി എന്ന് പറയുന്ന വ്യക്തി പിടിച്ച് ബ്ലോക്ക് ചെയ്യും, എന്നാലല്ലേ വേറെ ആൾക്കാർക്ക് മെസ്സേജ് അയക്കാൻ പറ്റത്തുള്ളൂ. വീഡിയോസൊക്കെ റിമൂവ് ചെയ്ത് ആ ഒരു സിറ്റുവേഷനിൽ ബ്ലോക്ക് ചെയ്യും. സോ അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് IG ബ്രോസ്. എനിക്ക് ഇവൻ്റെ ഒറിജിനൽ നെയിം അറിയത്തില്ല. ഇവനത് കണ്ട് ഇവനതെടുത്ത് വീഡിയോ ഇടുന്നത്. ആൻഡ് മോനെ കൊള്ളാം, നിൻ്റെ കുടുംബശ്രീ യൂണിറ്റ് നന്നായിട്ട് പോകുന്നു എന്ന് ഞാൻ ആശംസിക്കുന്നു. നന്നായിട്ട് പോട്ടെ. പിന്നെ താങ്കളുടെ വീഡിയോയിലൊരു കമൻറ്റ് പിന്നല്ല കമൻറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്, ആര് തേച്ചു ഇറ്റ്സ് എ മിസ്റ്ററി.
അത് നിനക്കറിയണോ ഞാനാണോ അവനാണോ തേച്ചെന്ന്? അത് ഏകദേശം ഇപ്പോൾ നിനക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നിനക്ക് ഇതും കണ്ടന്റ് ആക്കണമെങ്കിൽ കണ്ടന്റ് ആക്കിക്കോ, എനിക്കൊരു കുഴപ്പമില്ല. വെൽക്കം ടു ദ കുടുംബശ്രീ യൂണിറ്റ്. ഞാനും അതിൽ വേണേൽ പങ്കുചേരാം. സോ യാ, ഇനി നമുക്ക് മെയിനായിട്ട് ദർ ആർ ലോട്ട് ഓഫ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ്. ഓക്കെ, അതായത് യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശിവ, പിന്നെ സായി, ധന്യ എന്ന് വെച്ചാൽ ഹെലൻ ഓഫ് സ്പാർട്ട, പിന്നെ ലൈഫ് ഓഫ് അനന്തു, പിന്നെ ഖായിസിലോട്ട് നമുക്ക് പോവാം. സോ ഇവരൊക്കെ വീഡിയോസ് ഇടുന്ന എൻ്റെ ഇപ്പോൾ ഈ പ്രശ്നം വന്നപ്പോഴത്തേക്കും വീഡിയോസ് ഇട്ട് എന്നോട് ചോദിച്ചിട്ട് വീഡിയോ ഇട്ട ആൾക്കാരാണ് ശിവ, സായി ഒക്കെ. അതായത് രണ്ട് സൈഡും കേട്ടിട്ട് വീഡിയോ ഇട്ടിരുന്ന ആൾക്കാരാണ് ഇവർ. പിന്നെ ധന്യ അങ്ങനെ കോണ്ടാക്ട് ഒന്നും ചെയ്തില്ല, അല്ലാണ്ട് ഹെർ പെർസ്പെക്റ്റീവ് ആൻഡ് ഐ റെസ്പെക്ട് ഇറ്റ്. എനിക്ക് ആ വീഡിയോസ് ഒന്നും കണ്ടിട്ട് എനിക്കൊരു ഇതും തോന്നിയില്ല, കാരണം അവർ അവരുടെ പോയിന്റ് ഓഫ് വ്യൂ പറയുന്നു, അതിലൊന്നും എനിക്കൊരു മിസ്റ്റേക്കും തോന്നിയില്ല. ഇറ്റ്സ് ദെയർ പോയിന്റ് ഓഫ് വ്യൂ ആൻഡ് ഐ റെസ്പെക്ട് ഇറ്റ് ട്രൂലി. സോ എനിക്ക് ആ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു. ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ അവർ പറയുന്ന കാര്യങ്ങൾ വെരി ക്ലിയർ വിത്ത് പോയിൻ്റാണ് അവർ സംസാരിക്കുന്നത്. അതിപ്പോൾ എന്നെ കുറ്റപ്പെടുത്തുന്നതാണേലും വേറെ ആളെ കുറ്റപ്പെടുത്തുന്നതാണേലും അവർ പറയുന്ന കാര്യങ്ങൾ എനിക്ക് ശരിയായിട്ടേ തോന്നിയിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു പ്രത്യേക വ്യക്തി, അതായത് ഖായിസ് എന്ന് പറയുന്ന ആൾക്ക് മെസ്സേജ് അയച്ചായിരുന്നു, പക്ഷെ ആൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല, എന്താണെന്ന് എനിക്കറിയത്തില്ല. സോ ഇയാൾ എല്ലാ വീഡിയോയിലും ഇൻട്രൊഡക്ഷൻ എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അതായത് എൻ്റെ വീഡിയോസ് ചെയ്യുമ്പോൾ ഉള്ള ഇൻട്രൊഡക്ഷൻ ഞാൻ കേൾപ്പിച്ചു തരാം. ഒരു വീഡിയോയിലല്ല, ഒരു കുറച്ചധികം വീഡിയോസിൽ ഇയാൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്, കണ്ടോളൂ. ഫസ്മിന സാക്കിർ ആരാണ് എന്താണെന്നൊന്നും ഞാൻ ആർക്കും പ്രത്യേകം പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ. നമ്മുടെ MR തൊപ്പിയുടെ മുൻ കാമുകിയായിരുന്നു ഈ പറയുന്ന ഫസ്മിന സാക്കിർ. ചെറുതായിട്ടൊന്ന് വിശദീകരിച്ചു തരാം. നമ്മുടെ MR തൊപ്പിയുടെ മുൻ കാമുകി എന്ന പേരിൽ അറിയപ്പെടുന്ന ഫസ്മിന സാക്കിർ ആരാണ് എന്താണെന്നുള്ളത് ഞാൻ ആർക്കും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. നമ്മുടെ MR തൊപ്പിയുടെ മുൻകാല കാമുകിയായിരുന്നു ഫസ്മിന സാക്കിർ. ആരാണ് എന്താണെന്നുള്ളത് ഞാൻ ആർക്കും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. ഇനി അറിയാത്തവർക്ക് വേണ്ടി ചെറുതായിട്ട് ഒരു മുഖവര തരാം, എന്നിട്ട് നമുക്ക് വിഷയത്തിലേക്ക് പെട്ടെന്ന് തന്നെ വരാം. നമ്മുടെ സ്ട്രീമറും റിയാക്ഷൻ ബ്ലോഗറും ഒക്കെ ആയിട്ടുള്ള MR തൊപ്പിയുടെ മുൻ കാമുകിയായിരുന്നു ഈ പറയുന്ന ഫസ്മിന. സോ ഇയാൾ എല്ലാ വീഡിയോയിലും മുൻകാല കാമുകൻ എന്തിനാണ് ഇങ്ങനെ ഇട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അറിയില്ല. അതും ആഫ്റ്റർ മാരേജ് വരെ ഇയാൾ മുൻകാല കാമുകൻ്റെ ഇത് എന്തിനാണ്, എന്ത് ഇൻട്രൊഡക്ഷൻ ആണത്? അതായത് താങ്കൾക്ക് ഇപ്പോൾ ഒരു റിലേഷൻ ഉണ്ടായിരുന്നെങ്കിൽ താങ്കൾക്കൊരു സിറ്റുവേഷൻ വരുമ്പം മുൻകാല കാമുകി ഇതാണെന്നും പറഞ്ഞിട്ടാണോ താങ്കൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? അങ്ങനെ ഒരു ആവശ്യം ഒരു വീഡിയോ ഓക്കെ, ഒരു വീഡിയോ എനിക്ക് മനസ്സിലാവും. ഇതെല്ലാ വീഡിയോയിലും എടുത്തെടുത്ത് പറയുന്നത് എന്തിനാണ്? ഖായിസ് ഒരു ബോധമില്ലേ? ഒരാളെ ഇങ്ങനെ ഇരുന്ന് പറയാൻ പേഴ്സണലി എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത സംഭവമാണ് ആ ചെയ്തു വെച്ചേക്കുന്നത്. അത് റീച്ചിന് വേണ്ടിയിട്ടാണോ എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, മുൻകാല കാമുകൻ ഇതാണെന്ന് അറിഞ്ഞാൽ കുറച്ചധികം ആൾക്കാർ കണ്ടിരിക്കും, റീച്ച് ആയിരിക്കും ഉദ്ദേശം. ഇറ്റ്സ് ഓക്കെ, ബട്ട് പേഴ്സണലി ഐ ഫെൽറ്റ് റിയലി ടെറിബിൾ. ആ ഒരു സംഭവം എനിക്ക് ഇഷ്ടമല്ല. ഖായിസിൻ്റെ വേ ഓഫ് പ്രസൻറ്റേഷനും എനിക്ക് അത്ര ഇഷ്ടമല്ല. എന്താണെന്ന് എനിക്കറിയത്തില്ല. ഒരു ബാക്കി യൂട്യൂബേഴ്സൊക്കെ അവരുടെ റിയാക്ഷൻ എനിക്ക് കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കുറച്ച് ക്രിസ്റ്റൽ ക്ലാരിറ്റി ഉണ്ടാവും. പക്ഷേ ഖായിസിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കുടുംബശ്രീ ഇരുന്ന് പറയുന്ന പോലെ എനിക്ക് തോന്നി. ഐ ഫെൽറ്റ് അതെൻ്റെ ഇതാണ്. സോ ഇപ്പോൾ ഖായിസിൻ്റെ ഫാൻസൊക്കെ ഇവിടെ വന്ന് പൊങ്കാല ഇടുമായിരിക്കും, എന്നാലും എനിക്ക് കുഴപ്പമില്ല. ഐ സെഡ് മൈ പോയിന്റ് ഓഫ് വ്യൂ. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ ബൈ.